നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PSC നിയമനക്രമക്കേടിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറില്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണമായത്. ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് ലഹരിക്കെതിരെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റാലി നടത്തും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ലഹരി വിമുക്ത പരിപാടിയുമായി സഹകരിച്ചാണ് റാലി. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പശുസഖിമാരുടെ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M. വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒടുവിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വെട്ടിമാറ്റി. ഹൊസങ്കടി അണേക്കൽ റോഡിന്റെ വശത്തെ മരങ്ങളാണ് വെട്ടിമാറ്റിയത്. മാവില കടപ്പുറത്ത് കടലോരവാസികൾക്ക് ദുരിത ജീവിതം. ആശ്വാസമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തി. വാർത്തകൾ വിശദമായി. PSC നിയമനക്രമക്കേടിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കണക്കായി തൊഴിൽ അന്വേഷകരായ യുവാക്കളെയും PSC റാങ്ക് ജേതാക്കളെയും വഞ്ചിക്കുന്ന കാര്യത്തിൽ VD സതീശൻ സർക്കാർ പിണറായി സർക്കാരിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും PSC ഇന്ന് പിണറായി സതീശൻ സർവീസ് കമ്മീഷനായി അധപ്പതിച്ചിരിക്കുകയാണെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് ആരോപിച്ചു. PSC ക്രമക്കേടുകൾക്കെതിരെ യുവമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ യുവമോർച്ചയും ഒരു സമര മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ വർഷങ്ങളായിട്ട് ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി എന്തു ചെയ്തു? ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള നല്ല കഴിവും പ്രാപ്തിയുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ ഇത്രയും കാലം ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇവിടെ PSC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനം, ആ PSC, അതിൽ 21 അംഗങ്ങളുള്ള ഒരു വലിയ കമ്മിറ്റിയാണത്. അതിലെ അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളം. അതിന്റെ ചെയർമാന് 4 ലക്ഷം രൂപയിൽ പരമാണ് ഒരു മാസം സാലറി ആയി കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ ബോഡി ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കേണ്ട സംവിധാനം കേരളത്തിൽ വെറുമൊരു സാധാരണ 4-ാം കിട സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ്, ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ചു നാളുകളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല കേരളത്തിലുള്ളത് പിണറായി സതീശൻ കമ്മീഷനാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുക.
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വിൻ കൊല്ലാലയിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ സെക്രട്ടറി മഹേഷ് ഗോപാൽ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രുതി NV, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ധനുഷ് HN, ശ്രുതി വിനോദ്, ജില്ലാ സമിതി അംഗം സുമി, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രമണി, ST മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരായണ നായിക്, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് എന്നിവർ സംസാരിച്ചു. BC റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിലെത്തിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. രോഗികൾ പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിലാണ് കേസ്. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അഭാവവും OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചതും ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിലാണ് 3 പേർക്കെതിരെ കുമ്പള പോലീസ് നടപടിയെടുത്തത്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന് രോഗികൾ ഏറെ നേരം കാത്തുനിന്നിട്ടും ചികിത്സ ലഭിക്കാത്ത സാഹചര്യമാണ് കുമ്പളയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രോഗികൾ ആശുപത്രിക്ക് പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചതിനെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ മാസം 2-ന് ഉച്ചയ്ക്ക് 12:40-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. 3 പേർ ആശുപത്രിയിലെത്തി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായും അശ്ലീല ഭാഷ പ്രയോഗിച്ചതായും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ത്രീകളായ രോഗികളുടെയും വനിതാ ജീവനക്കാരുടെയും ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഇവർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതായും പരാതിയിലുണ്ട്. സംഭവത്തിൽ കുമ്പള SI മനു PV ആണ് അന്വേഷണം നടത്തുന്നത്. ജില്ലയിലെ മറ്റൊരു പ്രധാന ആരോഗ്യ കേന്ദ്രമായ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരുടെ കുറവ് മൂലം 100 കണക്കിന് രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നതായും വ്യാപക പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. താനുൾപ്പെടെ 180ഓളം യാത്രക്കാരും വിമാന ജോലിക്കാരും ദുരന്തവക്കിൽ നിന്നും രക്ഷപ്പെട്ട നിമിഷം ഞെട്ടലോടെയാണ് തൃക്കരിപ്പൂർ തങ്കയം സ്വദേശി AG ഷാഫി പങ്കുവയ്ക്കുന്നത്. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനയാത്രക്കിടയിൽ യുവാവിന്റെ പരാക്രമമാണ് സംഭവത്തിനാധാരം. KCN എക്സ്ക്ലൂസീവ്. ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തിയ ഇന്തോനേഷ്യ മലേഷ്യ സംയുക്തമായ ബാത്തിക് എയർവേസ് വിമാനത്തിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ ഭീതി നിറഞ്ഞ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും നടുങ്ങുകയാണ്. പിറകിൽ നിന്ന് പെട്ടെന്ന് നിലവിളി കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ വിമാനത്തിന്റെ എമർജൻസി വാതിലിനടുത്തുള്ള ജനാലയുടെ ചില്ല് തകർന്നു കിടക്കുന്നു. അവിടെയിരുന്ന യുവാവ് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ കാഴ്ച മറക്കാനാവുന്നില്ലെന്ന് മലേഷ്യയിൽ ഹോട്ടൽ വ്യവസായിയായി 2 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന തങ്കയം സ്വദേശി AG ഷാഫി പറഞ്ഞു. മലേഷ്യ KMCC പ്രസിഡന്റ്, പയ്യന്നൂരിനടുത്ത് വെള്ളൂർ സ്വദേശി KP നാസർ ഹാജി, സെക്രട്ടറി MA റഹീം, ബഷീർ സഖാഫി, N അബ്ദുൽ ലത്തീഫ്, ഷാഫി എന്നീ മലയാളി യാത്രക്കാരുടെ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. രാത്രി 11 മണിക്ക് ശേഷം കൊച്ചിയിലിറങ്ങേണ്ട വിമാനം രാത്രി 10 മണി കഴിഞ്ഞ സമയത്താണ് സംഭവത്തിന്റെ തുടക്കം. വിമാനത്തിൽ കയറിയപ്പോൾ തന്നെ യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നെന്ന് മലേഷ്യയിൽ ബിസിനസ് നടത്തുന്ന ഷാഫി പറഞ്ഞു. എമർജൻസി എക്സിറ്റിനോട് ചേർന്ന സീറ്റ് ആവശ്യപ്പെട്ടാണ് ഇയാൾ ഇരുന്നത്. എന്നാൽ യാത്ര സാധാരണ നിലയിൽ തുടർന്നതിനാൽ കൂടുതൽ സംശയിച്ചില്ല. കൊച്ചിയിലെത്താൻ 1.5 മണിക്കൂറോളം ബാക്കിയിരിക്കെയാണ് വിമാനത്തിനുള്ളിൽ പെട്ടെന്ന് ബഹളം ഉയർന്നത്. 4 മണിക്കൂറിലേറെ യാത്രയായതിനാൽ മിക്ക യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് യുവാവ് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടത്. അതിക്രമം കാട്ടിയ പാലക്കാട് സ്വദേശി 40-കാരനായ ഷംസീർ എന്ന യുവാവിനെ ഷാഫിക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവരും ചേർന്നാണ് ആദ്യം തടഞ്ഞത്. യുവാവിനെ തടയാൻ ശ്രമിച്ച അബ്ദുൽ ലത്തീഫിന് മർദ്ദനമേറ്റു. പിന്നാലെ മറ്റു യാത്രക്കാരും വിമാന ജീവനക്കാരും ചേർന്ന് യുവാവിനെ കീഴ്പ്പെടുത്തി. ഇതിനിടയിലും വീണ്ടും എമർജൻസി വാതിലിലേക്ക് പാഞ്ഞെത്തിയ യുവാവിനെ വിമാന ജോലിക്കാർ കൈകൾ കെട്ടിയാണ് നിയന്ത്രണത്തിലാക്കിയത്. രാത്രി 11:10 വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയതോടെയാണ് 180ഓളം വരുന്ന യാത്രക്കാർക്ക് ആശ്വാസമായത്. ഇന്ത്യൻ ടൈം ഒരു 10 മണിക്കാന്ന് തോന്നുന്നു. പിന്നെ പെട്ടെന്ന് മുമ്പിൽ നമ്മൾ എൻ്റെ ഒരു സീറ്റിന് മുമ്പിലത്തെ സീറ്റിലാണ് അവരുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് അവരിങ്ങനെ അവിടെ നിന്നിട്ട് ഒരു അക്രമം കാണിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ പിടിച്ച് അവിടെ ഒതുക്കി. രണ്ടാമത് ഇതാകുമ്പോഴാണ് നമ്മൾ പ്രശ്നമാക്കി സൗണ്ടാക്കിയപ്പോൾ ആളെല്ലാം വിളിച്ചപ്പോൾ എയർ ഹോസ്റ്റൊക്കെ വന്ന് നമ്മളവനെ കൈ കെട്ടിയിട്ട് പിന്നെ മുമ്പിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എത്തി.
അങ്ങനെ കൊച്ചി വരെ അങ്ങനെ പോയി. ഏകദേശം ഒരു മണിക്കൂർ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു മണിക്കൂറേ ഉള്ളൂ ഇനി ഏകദേശം കൊച്ചി എയർപോർട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിട്ട് അങ്ങനെ മുമ്പിലെ സ്ഥലത്ത് കൊണ്ട് അവനെ എത്തിയിട്ട് അപ്പുറം കാവലിരുന്നിട്ട് അവിടെ നമ്മൾ കൊടുക്കുക ചെയ്തിരുന്നത്. അവിടെ ഈ പേപ്പർ അവർ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി. ഏകദേശം ഫ്ലൈറ്റിൽ ഏകദേശം 100-150 ആൾ ഫുൾ ടിക്കറ്റ് ഫുൾ സീറ്റ് ഫുള്ളായിരുന്നു. 50 ആൾ കിട്ടുന്നുണ്ടാവുന്നുണ്ട്. എന്തോ പഠിച്ചവൻ്റെ സഹായത്തോടു കൂടി നമ്മൾ രക്ഷപ്പെട്ടാണ്. പക്ഷേ ആ ഡോറ് തുറന്നാലുള്ളൊരു അവസ്ഥ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഭയാനകരമായൊരു പ്രശ്നമാകും. അത് ആലോചിക്കും ബേജാറുന്നുണ്ട്. അപ്പോൾ പഠിച്ചവൻ്റെ സഹായത്തോടെ കൊല്ലകളെന്തോ അള്ളാഹുവിൻ്റെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട് അൽഹംദുലില്ലാ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിമുക്ത പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് ചന്ദ്രഗിരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യമായാണ് 150 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒരു റാലി വ്യത്യസ്തമാണ്. സമീപശാസ്ത്രമായി പ്രവർത്തിക്കുന്ന ഈ ഡസ്കർ ഗ്രൂപ്പിന്റെ വോളണ്ടിയേഴ്സ് വ്യത്യസ്തമായ രീതിയിലുള്ള പല ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു സന്ദേശ ഒരു റാലിയാണ്. 150-ലധികം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ റോഡിലൂടെ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും നമ്മുടെ ഈ യുവാക്കൾ ഏറ്റവും സ്വാധീനിക്കുന്നത് പങ്കുപറ്റുന്ന രീതിയിലുള്ള സമൂഹങ്ങൾക്ക് ഏറ്റവും കൂടി സ്വാധീനിക്കുന്ന പോലുള്ള വാഹനങ്ങളുടെ അഴിമതികളും നടത്തുന്നവർക്ക് പ്രചാരണമായി തീർച്ചയായിട്ടും ആ വിഷയത്തിൽ വളരെ നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ചെമ്മനാട് പഴയ പ്രസ് ക്ലബ്, അവിടെ നിന്ന് ഇറങ്ങി പഴയ ബസ് സ്റ്റാൻഡ് പോയി പഴയ കോളേജ് ജംഗ്ഷൻ, അവിടെ നിന്ന് കറന്തക്കാട്, അവിടെ നിന്ന് തിരിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ആണെങ്കിൽ പഴയ പ്രസ് ക്ലബ് വഴി തിരിച്ചു പോവാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് പീസ് പാർക്കിലേക്കാണ്. അവിടെ അതിന് ശേഷം കോട്ടയിൽ പോയി കോട്ട സെഷൻ കോട്ട കാരണമാണ് പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ പ്രക്കാരെത്തിയ ആളുകൾ. ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി നാലപ്പാട്, സെക്രട്ടറി ഷാഫി നെല്ലിക്കുന്ന്, ട്രഷറർ ഡോക്ടർ സിറ്റി മുസ്തഫ, പ്രോഗ്രാം ഡയറക്ടർ ഫാറൂഖ് കാസ്മി, ഹാർലി ഡേവിഡ്സൺ ടസ്കർ ചാപ്റ്റർ കുമാർ റെഡ്ഡി, അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് അസീം, ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് ഡയറക്ടർ ഷെരീഫ് കപ്പിൽ, ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ അനസ്, ക്രിയേറ്റീവ് ലീഡ് ആശുധർ, ലേഡീസ് ഓഫ് ഹാർലി നസ്നീൻ, തസീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യഹിയ തളങ്കരയ്ക്ക് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം കൈമാറി. വെൽഫിറ്റ് വില്ലയിൽ സംഘടിപ്പിച്ച ടോക്ക് ടൈം ടു ലീഡർ പരിപാടിയിൽ ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി സ്നേഹോപഹാരം നൽകി. പ്രമുഖ വ്യവസായിയും കവിയും ഗാനരചയിതാവും ദുബായ് KMCC ജനറൽ സെക്രട്ടറിയുമായ യഹിയ തളങ്കരയ്ക്ക് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചു. വെൽഫിറ്റ് വില്ലയിൽ സംഘടിപ്പിച്ച ടോക്ക് ടൈം വിത്ത് ലീഡർ എന്ന പരിപാടിയിലാണ് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി സ്നേഹോപഹാരം കൈമാറിയത്. സംഘടനാ രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലയിലും യഹിയ തളങ്കര നൽകുന്ന വിലപ്പെട്ട സംഭാവനകളെയും നേതൃത്വ മികവിനെയും ചടങ്ങിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രവാസി സമൂഹത്തിന്റെ സമകാലിക വിഷയങ്ങൾ, നേതൃത്വ അനുഭവങ്ങൾ, സംഘടനാ ശാക്തീകരണം, സാമൂഹിക ഇടപെടലുകൾ, കാലാനുസൃതമായ വെല്ലുവിളികൾ, ഭാവി പ്രവർത്തനങ്ങളുടെ ദിശാബോധം എന്നിവയെക്കുറിച്ചുള്ള ആശയവിനിമയം, അനുഭവ പങ്കിടലും ഉൾക്കൊള്ളുന്ന പ്രത്യേക കൂടിക്കാഴ്ചയായി പരിപാടി മാറി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TR ഹനീഫ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ, ജില്ലാ ഭാരവാഹികളായ സുബൈർ അബ്ദുള്ള, സുബൈർ കുബണൂർ, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പശു സഖിമാരുടെ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലകളിലെ വിവിധ സർക്കാർ സ്കീമുകളും ആനുകൂല്യങ്ങളും ഗ്രാമീണ മേഖലയിലെ കർഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പശു സഖിമാരുടെ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യം അത്യാവശ്യം
ക്ഷീരമേഖലയിൽ മൃഗസംരക്ഷണ മേഖലയിൽ എന്തുണ്ട് എന്ന് നമ്മൾ പറയുകയില്ലേ, അല്ലെ? റോയൽ എന്തൊക്കെയാണ് എടുക്കേണ്ട സ്റ്റെപ്പുകൾ? ചിലപ്പോൾ അടുത്ത സംശയിക്കാം, അതിന് ബിൽഡിംഗ് എടുക്കാൻ എന്തെങ്കിലും സഹായം കിട്ടും, അല്ലെ? ബിൽഡിംഗ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാറുണ്ട്, അപ്പൊ ബിൽഡിംഗ് എടുക്കാൻ എന്തെങ്കിലും സഹായം കിട്ടുമോ? അപ്പൊ ഇതെല്ലാം പറയണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ തൊഴിലുറപ്പിന് ഗ്രൂപ്പായിട്ട് തൊഴിലുറപ്പിന് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2 ലക്ഷം രൂപ, ഗ്രൂപ്പ് ആണെങ്കിൽ 10 ലക്ഷം രൂപ തൊഴിലുറപ്പ് താമസിക്കാറുണ്ടോ? അതിന്റെ ക്രൈറ്റീരിയ ഇതിൽ വന്നിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പൊ അത് ഒരു വിഷയമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സ്കീമുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു അവർക്ക് പറ്റുന്ന സ്കീം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യണം? മരുന്ന് വേണം, സ്റ്റോക്ക് ഉണ്ടാവണം. ചടങ്ങിൽ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമതലങ്ങളിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ, വിവിധ ബാങ്ക് വായ്പകൾ, ഇൻഷുറൻസ് സുരക്ഷ, സംരംഭകത്വ വികസനം എന്നിവ താഴെത്തട്ടിൽ കൂടുതൽ കാര്യക്ഷമമായി ലഭ്യമാക്കാൻ ഇത്തരം പരിശീലനങ്ങൾ വഴി സാധിക്കും. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നുമായി 100ഓളം AHCRP അംഗങ്ങളാണ് 2 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, ഫിഷറീസ്, മിൽമ, നബാർഡ്, VBGRAMG, ലീഡ് ബാങ്ക്, വ്യവസായ വകുപ്പ് എന്നീ 8 പ്രമുഖ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നേരിട്ടുള്ള സഹകരണത്തോടും ഏകോപനത്തോടും കൂടിയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ വഴി ലഭിക്കുന്ന സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ പശുസഖിമാർക്ക് നൽകുന്നതിലൂടെ ഗ്രാമീണ കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ തന്നെ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാക്കാൻ കഴിയും. ജില്ലാ പ്രോഗ്രാം മാനേജർ സഫ മുർഷിദ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ ജിതിൻ KT നന്ദിയും പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കുന്ന അംഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതത് പഞ്ചായത്തുകളിലെ ക്ഷീരവികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബസ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയിരുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒടുവിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വാങ്ങി ഹൊസങ്കടി അനേക്കൽ റോഡിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന മരങ്ങളാണ് വെട്ടിമാറ്റിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില വ്യക്തമാക്കി. ബസ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയിരുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒടുവിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വാങ്ങി ഹൊസങ്കടി അനേക്കൽ റോഡിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന മരങ്ങളാണ് വെട്ടിമാറ്റിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഹൊസങ്കടി പ്രദേശത്തെ ഒരു മാതൃകാ നഗരമായി മാറ്റുന്നതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ റോഡരികിൽ മീൻ വിൽപ്പന നടത്തുന്നവർ ഉടൻ തന്നെ മാർക്കറ്റിനുള്ളിൽ മാത്രം മീൻ വിൽപ്പന നടത്തണമെന്ന് കർശന നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കടൽക്ഷോഭം നേരിടുന്ന വലിയ പറമ്പിലെ മാവിലാക്കടപ്പുറത്ത് കടലോരവാസികളുടെ ദുരിതം നേരിട്ടറിയാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെത്തി. കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന ശക്തമായ കുത്തൊഴുക്കിൽ മാവിലാക്കടപ്പുറം ഒരിയറ പുലിമുട്ട് മുതൽ തെക്കോട്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണ് കടൽ നാശം വിതച്ചത്. കരയുടെ 50 മീറ്റർ ഭാഗവും ഫുട്ബോൾ മൈതാനവും ഒരിയറ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ മതിൽക്കെട്ടും ഇതിനകം കടലെടുത്തിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ 100-ലധികം തെങ്ങുകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചു. ഓരോ കാലവർഷമെത്തുമ്പോഴും കരയുടെ ചെറിയ ഭാഗം കടലെടുക്കാറുണ്ടെങ്കിലും ഇത്തവണ അതിന്റെ ഇരട്ടിയിലധികം നഷ്ടപ്പെട്ടതായി പരിസരവാസികൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. നിർദ്ദിഷ്ട തീരദേശ ഹൈവേക്കായി അതിരു നിശ്ചയിച്ച കുറ്റികളും ഒഴുകിപ്പോയി. തീരദേശ റോഡിന്റെ പല ഭാഗങ്ങളും ഇല്ലാതായി. തുറമുഖത്തേക്ക് ബോട്ടുകൾ സുഗമമായി കടന്നുപോകുന്നതിന് അഴിമുഖത്ത് 2 കരകളിലായും 1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച പുലിമുട്ട് തെക്കുഭാഗത്തേക്ക് കൂടി വർദ്ധിപ്പിക്കുകയും തീരങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ഇടപെടലുണ്ടാകണമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മുൻ MLA M രാജഗോപാലൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, VV ഉത്തമൻ എന്നിവരും മുൻ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2025-26 അധ്യയന വർഷത്തെ ബിരുദധാരികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് പ്രയാൺ 2026 ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും. ട്രസ്റ്റ് റിസർച്ച് പാർക്കിന്റെ CEO ഡോക്ടർ രാജശ്രീ MS ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26 പാസ്ഔട്ടായി ഇറങ്ങിയ കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് എന്ന് പറയുന്നത് നാളെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ നമുക്ക് ഇത്തവണ 262 പേരാണ് ഗ്രാജുവേറ്റ്സ് ആയിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയത്. അതായത് നമുക്ക് ടോട്ടൽ ഒരു 344 പേരുണ്ടായിരുന്നു.
അതിൽ ഫുൾ ബിടെക് എൻജിനീയേഴ്സായിട്ട് ഏതാ 262 262 പേരാണ് എൻജിനീയേഴ്സായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ളത് കംപ്ലീറ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ള ബിരുദദാനമാണ്. അതിൽ നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് തിരുവനന്തപുരത്ത് ട്രസ്റ്റ് റിസർച്ച് പാർക്കിൻ്റെ CEO ഒരു ഡോക്ടർ രാജശ്രീ മിസ്സാണ്. മിസ്സ് നേരത്തെ KTUവിൻ്റെ VC ആയിരുന്നു. CSC പ്രൊഫസറും ബിരുദദാന ചടങ്ങ് കോർഡിനേറ്ററുമായ ഡോക്ടർ അൻവർ SR, CSC പ്രൊഫസർ ഡോക്ടർ ജയലക്ഷ്മി S, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റീമ KV, ഡോക്ടർ സരിത് ദിവാകർ M, നീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കായിക മേഖലയോടുള്ള പുതുതലമുറയുടെ ആഭിമുഖ്യം ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ അകറ്റാൻ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വലിയ പറമ്പിന്റെ വ്യത്യസ്ത മേഖലകളിൽ 5 പതിറ്റാണ്ടിലേറെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന KGM സ്പോർട്സ് ക്ലബിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിടോദ്ഘാടന ചടങ്ങിനെത്തിയ പ്രതിപക്ഷ നേതാവിനെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ക്ലബിലേക്ക് ആനയിച്ചത്. ധാരാളം സ്പോർട്സ് താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. നാടിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ ക്ലബിന് കഴിയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിൽ ഇതുപോലെ ഒട്ടേറെ ക്ലബുകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കായിക രംഗത്തിന് നല്ല പ്രോത്സാഹനം പൊതുവെ ഉണ്ടായിരിക്കുന്നു. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷറ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ C കുമാരൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ PP അശോകൻ, EK മല്ലിക, VV ഉത്തമൻ, M അബ്ദുൽ സലാം, ഉസ്മാൻ പാണ്ഡ്യാല, M ഭാസ്കരൻ, EK ഷാജി, കുളങ്ങര മധു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദിയുടെ നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ DJ നൈറ്റ് ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഖത്തർ കാസർഗോഡ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തലമുറ സംഗമം 2026 സംഘടിപ്പിച്ചു. തളങ്കര ബാങ്കോട് എൽ മൻസിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി മുൻ MLAയും കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന സംഘടനയെ മുൻകാലങ്ങളിൽ നയിച്ച പ്രഗത്ഭരായ മുൻ ഭാരവാഹികളെയും സജീവ പ്രവർത്തകരെയും സംഗമത്തിൽ ആദരിച്ചു. മുൻ MLAയും കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ NA നെല്ലിക്കുന്ന് തലമുറ സംഗമം ഉദ്ഘാടനം ചെയ്തു. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ പ്രവാസ ലോകത്ത് ഒരു പ്രാദേശിക കൂട്ടായ്മ 50 വർഷക്കാലം ഒരേ കരുത്തോടെയും ഐക്യത്തോടെയും നിലനിന്നു പോന്നത് സമാനതകളില്ലാത്ത നേട്ടമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖത്തർ കാസർഗോഡ് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ലുക്മാനുൽ ഹക്കീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, മുഖ്യ രക്ഷാധികാരി MP ഷാഫി ഹാജി, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഹനീഫ് KM, അമീർ പള്ളിയാൻ, മഹമ്മൂദ് PA, ബഷീർ വോളിബോൾ, മുസ്തഫ ബാങ്കോഡ്, അസീസ് ഖാസിലൈൻ, സത്താർ മദീന എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജമാഅത്ത് ഭാരവാഹികളായ ബഷീർ സ്രാങ്ക്, ഷഫീഖ് ചെങ്കള, ഹാരിസ് ഏരിയാൽ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബഷീർ KFC, അഷ്റഫ് കുളത്തുങ്കര, ജാഫർ കാലങ്കാടി, അൻവർ മുഗ്രാൽ പുത്തൂർ എന്നിവരും പരിപാടിയുടെ വിജയത്തിനായി നേതൃത്വം നൽകി. ഉസ്മാൻ മൗലവി പ്രാർത്ഥന നടത്തി.
ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ആദം കുഞ്ഞി സ്വാഗതവും ഫൈസൽ ഫില്ലി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയെ തുടർന്ന് കടലാക്രമണം നേരിടുന്ന വലിയ പറമ്പിലെ വിവിധ പ്രദേശങ്ങൾ സന്ദീപ് വാര്യർ MLA സന്ദർശിച്ചു. മാവില, കടപ്പുറം, ഒരിയര ഉൾപ്പെടെ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ നാട്ടുകാരുമായി MLA പങ്കുവച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്ന കാര്യവും സന്ദീപ് വാര്യർ പറഞ്ഞു. കടലോരത്തെ മാവില, കടപ്പുറം, ഒരിയര അംബേദ്കർ ഗ്രാമം, ഒരിയര വിഷ്ണുമൂർത്തി ക്ഷേത്രം, ഫുട്ബോൾ മൈതാനം എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കടലിനെ പ്രതിരോധിക്കാനുള്ള ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തീരദേശവാസികളുമായി പങ്കുവച്ച MLA പദ്ധതി നടപ്പാക്കാൻ പഠനം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷറ, സെക്രട്ടറി ജിമ്മി ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തദ്ദേശ ജനപ്രതിനിധികളും MLA-ക്കൊപ്പമുണ്ടായിരുന്നു. സംസാരിച്ചു, അദ്ദേഹത്തോട് ചർച്ച നടത്തി. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ അത് ഓരോ സീസണായിട്ടാണ് വർക്ക് അവാർഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സീസണിൽ വലിയ വർക്ക് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആദ്യത്തെ സീസൺ ഈ വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ തന്നെ വലിയ പറമ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് വെച്ചപ്പോൾ അത് കഴിയാത്ത രീതിയിൽ ഫയലുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സീസൺ അവാർഡ് ചെയ്താൽ ഉടൻ തന്നെ രണ്ടാമത്തെ സീസണിൻ്റെ പ്രവർത്തനം തുടങ്ങാമെന്നും അതിൽ വലിയ പറമ്പിനെ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹത്തിന് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ, കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ സീസൺ ആദ്യം തന്നെ വലിയ പറമ്പിനെ ഉൾപ്പെടുത്താമെന്നും മിഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിട്ടും ടെട്രോപാഡ് എന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലും ആശയമുള്ളത്. പക്ഷേ ഞാൻ അതിലപ്പുറം പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരാണ്, പൊതുപ്രവർത്തകരാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രീയമായ അറിവുള്ള ആളുകൾ ഇത് പഠിച്ച് എന്താണോ ശാശ്വതമായിട്ടുള്ള പരിഹാരമെന്ന് കണ്ടെത്തി ആ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഉദുമ ഏരിയ സമ്മേളനം കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായ സമിതി ഉദുമ ഏരിയ സമ്മേളനം 9-ന് ബേക്കൽ കോട്ടയ്ക്ക് സമീപമുള്ള ഓക്സ് റെസിഡൻസിയിലെ T. മുഹമ്മദ് കുഞ്ഞി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 10 മണിക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. അബ്ദുൾ ഗഫൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെമ്മനാട് പള്ളിക്കര ഉദുമ പഞ്ചായത്തിലെ 11 ഏരിയ കമ്മിറ്റിയിൽ നിന്നായി 1000-ഓളം അംഗങ്ങളാണ് സംഘടനയ്ക്കുള്ളത്. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വ്യാപാരി മിത്ര കുടുംബ സഹായ ഫണ്ട് ഉദ്ഘാടനവും നടക്കും. പള്ളിക്കര ബേക്കൽ കോട്ടയ്ക്ക് സമീപമുള്ള തബാസ്കോന്റെ ഒരു ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. T. മുഹമ്മദ് കുഞ്ഞിയുടെ പേരിലുള്ള ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. പുതുമ ഏരിയയിൽ 11ഓളം യൂണിറ്റുകളിലായി 1000-ഓളം മെമ്പർമാരാണുള്ളത്. ഈ 1000 മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ ഗഫൂർ, ശരിയായ പേര് M. അബ്ദുൾ ഗഫൂർ. സൂര്യ ഗഫൂറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ചെമ്മനാട് ഉദുമ പള്ളിക്കര പഞ്ചായത്ത് ഉൾക്കൊള്ളുന്നതാണ് സംഘടനയുടെ ഉദുമ ഏരിയ കമ്മിറ്റി. ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 27, 28 തീയതികളിൽ ചെറുവത്തൂരിലാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ദിവാകരൻ ആറാട്ടുകടവ്, കൺവീനർ TC സുരേഷ്, സെക്രട്ടറി ഇൻചാർജ് അഷ്റഫ് മുതിയക്കാൽ, പബ്ലിസിറ്റി ചെയർമാൻ VK ഗോപാലൻ, BK മുഹമ്മദ് കുഞ്ഞി, ജഗദീഷ് ആറാട്ടുകടവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDS-ഉം ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളായ ജെൻഡർ ചാമ്പ്യന്മാരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 6 വനിതകളെയാണ് ആദരിച്ചത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDS-ഉം ജെൻഡർ റിസോഴ്സ് സെന്റർ ചേർന്ന
വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളായ ജെൻഡർ ചാമ്പ്യന്മാരെ ആദരിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ കെ സാവിത്രി, ട്രൈബൽ മേഖലയിലെ മികച്ച സംരംഭക ആർ പത്മാവതി, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയിൽ 2ാം റാങ്ക് നേടിയ KV ആരതി, പെരിയ പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സ് PV വാസന്തി, ജില്ലാ കായികമേളയിൽ വ്യക്തിഗത മെഡൽ ജേതാവ് അനാമിക മധു, കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc ജിയോളജി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ K ശ്രീജിത എന്നിവരെയും വായനാക്കുറിപ്പ് മത്സരത്തിൽ വിജയിച്ചവരെയുമാണ് ആദരിച്ചത്. പെരിയ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആദരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പഠന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും മേഖലകളിൽ അംഗീകാരം നേടിയവർ മാത്രമല്ല, സാന്ത്വന പരിചരണ രംഗത്ത്, ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നിലയിലേക്കുള്ള ആളുകൾ നമ്മുടെ ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ളവരാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് പരിചരണം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ നിലയിലേക്ക് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ കൂട്ടായ്മകളിൽ ഉൾപ്പെട്ട ആളുകളെ കൂടി അതിന്റെ വളണ്ടിയറായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള വളണ്ടിയർമാര് ഈ കിടപ്പ് രോഗികളും അതോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്നവരെ കൂടി പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടിയിട്ട് അവരൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. CDS ചെയർപേഴ്സൺ P പ്രീതി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BA ഷാഫി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ മണികണ്ഠൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു പത്മനാഭൻ, പഞ്ചായത്ത് അംഗങ്ങളായ K ബിന്ദു, M രേഖ, K ലീല, VK സുനിത, K നളിനി, C ശോഭന, A വേണു എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സരോജിനി കൃഷ്ണൻ സ്വാഗതവും CDS അംഗം K നിഷ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, CDS, ADS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ മിഷൻ ജീവനക്കാർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് കുടുംബശ്രീ പൊതുസഭയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് റവന്യൂ ജില്ലാ TTI അധ്യാപക കലോത്സവം ഓഗസ്റ്റ് 10-11 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 10-11 തീയതികളിലായി SNTTI പടന്നക്കാട് വെച്ച് നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ TTI അധ്യാപക കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. 10 രാവിലെ 9:30 കലോത്സവം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിക്കും. 250 പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 3 വേദികളിലായാണ് 2 ദിവസങ്ങളിലായി മേള നടക്കുക. 10 സ്റ്റേജ് ഇനങ്ങളും 11 ഓഫ് സ്റ്റേജ് ഇനങ്ങളും നടക്കും. 11 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും. അധ്യയന വർഷം ആരംഭിച്ചു. പാഠ്യരംഗത്ത് മാത്രമല്ല, പാഠ്യേതര രംഗത്ത് കൂടി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ ആദ്യമായി എത്തുന്ന കലോത്സവം അധ്യാപക വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കലോത്സവം. TTI ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിലെ നാളത്തെ അധ്യാപകരാകുന്ന വിദ്യാർത്ഥികൾക്കുള്ള കലോത്സവമാണ് നമ്മുടെ ജില്ലയിൽ ഓഗസ്റ്റ് 10-11 തീയതികളിൽ പടന്നക്കാട് SNTTI അങ്കണത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, കൺവീനർ ലതാ P, സുരേഷ് കുമാർ CM, പ്രതീഷ് O, സിന്ധു KK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PSC നിയമനക്രമക്കേടിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറില്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണമായത്.
ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് ലഹരിക്കെതിരെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റാലി നടത്തും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ലഹരി വിമുക്ത പരിപാടിയുമായി സഹകരിച്ചാണ് റാലി. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പശു സഖിമാരുടെ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒടുവിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വെട്ടിമാറ്റി. ഹൊസങ്കടി അണേക്കൽ റോഡിന്റെ വശത്തെ മരങ്ങളാണ് വെട്ടിമാറ്റിയത്. മാവില കടപ്പുറത്ത് കടലോരവാസികൾക്ക് ദുരിത ജീവിതം. ആശ്വാസമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.